നമസ്കാരം. എനർജി ടോക്ക് വിത്ത് EMCയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മനുഷ്യരാശി അതിൻ്റെ നിലനിൽപ്പിനെ അപകടകരമായ നിലയിൽ ബാധിക്കുന്ന സുരക്ഷാ ഭീഷണികൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? ഒരു 50 വർഷം മുമ്പാണ് നമ്മൾ ഇത് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ പറയുമായിരുന്നു ഒരു ന്യൂക്ലിയർ ഹോളോകാസ്റ്റ്, അതായത് അന്നത്തെ വൻ ശക്തികൾ തമ്മിൽ ഒരു ന്യൂക്ലിയർ വാർ ഉണ്ടാകുകയാണെന്ന് വരിയിൽ മനുഷ്യരാശി പിന്നീട് ഭൂമുഖത്ത് ഉണ്ടാവുകയില്ല. കാരണം അവരുടെയൊക്കെ കയ്യിൽ ഭൂഗോളത്തെ മുഴുവൻ അനേകം തവണ നശിപ്പിക്കുന്നതിനും ഉള്ള ആണവായുധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലം മാറിയിരിക്കുന്നു. ഇന്ന് കോൾഡ് വാർ ഇല്ല. ന്യൂക്ലിയർ വെപ്പൺസ് ഇന്നൊരു ആയുധമായിട്ടല്ല, അതൊരു ന്യൂക്ലിയർ വാർ ഡിറ്ററൻ്റായിട്ടാണ് കരുതപ്പെടുന്നത്. അതായത് ന്യൂക്ലിയർ വാർ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ഒരു ഉപകരണമായിട്ടാണ് ന്യൂക്ലിയർ വെപ്പൺസിനെ ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്നാൽ ഇന്ന് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ്. ഇതിനെക്കുറിച്ച് പറയുന്നത് സാവധാനവും എന്നാൽ സുനിശ്ചിതവുമായ ഒരു അപകട ഭീഷണി എന്നാണ്. കാരണം മനുഷ്യൻ ഊർജ ഉൽപ്പാദനത്തിന് വേണ്ടി, അതായത് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിക്കുന്നതിന് വേണ്ടിയും ഫോസിൽ ഇന്ധനങ്ങളെ വളരെയധികം ഉപയോഗിക്കുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ ഊർജം തരുമെങ്കിലും അതോടൊപ്പം തന്നെ വൻതോതിൽ കാർബൺ ഡയോക്സൈഡിനെ എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ കാർബൺ ഡയോക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. അതായത് സൂര്യനിൽ നിന്നുള്ള താപം അത് വലിച്ചെടുക്കുകയും അത് പുറന്തള്ളുന്നത് വളരെ സ്ലോ ആയിട്ടാകുകയാണ്. അത് കാരണം എപ്പോഴും അതിനകത്ത് ഊർജം അക്യുമുലേറ്റ് ചെയ്യുകയും അത് കാരണം ഭൂമിയുടെ അന്തരീക്ഷ താപനില ഉയരുന്നതിന് ഇടയാകുകയും ചെയ്യും. 2025 ഒരു കണക്കനുസരിച്ച് ലോകത്താകെ ഉള്ള കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കാർബൺ ഡയോക്സൈഡാണ്. കാർബൺ ബഹിർഗമനം എന്ന് പറയുന്നത് 3800 കോടി ടൺ ആണ്. 3800 കോടി ടൺ കാർബൺ ഡയോക്സൈഡാണ് ഒരു വർഷം ഭൂമിയിൽ പുറന്തള്ളുന്നത്. ഇങ്ങനെ അന്തരീക്ഷ ഊഷ്മാവ് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഫലം? ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് പോളാർ റീജിയനിലുള്ള, അതായത് ഭൂമിയുടെ ആർട്ടിക്കും അന്റാർട്ടിക്കൻ റീജിയനിലുള്ള ഐസ് ക്യാപ്പുകൾ, അതായത് അനേക കിലോമീറ്റർ ഉയരത്തിലുള്ള ഐസ് പാളികൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഐസ് പാളികൾ ഉരുകുകയും അങ്ങനെ ഉരുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള സമുദ്രങ്ങളുടെ നില ഉയരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ ഇന്ന് നമ്മൾ കാണുന്ന പല ദ്വീപുകളും ഉണ്ടാകുകയില്ല. അതെല്ലാം വെള്ളത്തിനടിയിലായി പോകും. അതുപോലെ തന്നെ തീരദേശങ്ങൾ പല ഭാഗങ്ങളും വെള്ളം കൊണ്ട് മൂടിപ്പോടുകയും ചെയ്യും. നമ്മുടെ ഈ അടുത്തിടയ്ക്ക് കണ്ട മറ്റൊരു പത്രങ്ങളിൽ വന്ന ഒരു ന്യൂസാണ്, ഈ 2026 നമ്മുടെ കാലവർഷം, തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അധികം ദുർബലമായിരിക്കും, അല്ലെന്നൊരിൽ ലോങ് ടൈം ആവറേജിനേക്കാൾ കുറവായിരിക്കും നമുക്ക് കിട്ടുന്ന മഴയെന്ന്. എങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നത്? ഇത് കണ്ടുപിടിക്കുന്നതിന് വളരെയധികം, അതായത് നമ്മുടെ മഴയെ നിയന്ത്രിക്കുന്നത് വളരെയധികം ഘടകങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എൽ നീനോ എഫക്റ്റ് എന്ന് പറയുന്നൊരു എഫക്റ്റാണ്. എന്താണ് എൽ നീനോ ഇഫക്റ്റ്? പസഫിക് സമുദ്രത്തിലെ ഹവായ് ദ്വീപുകളുടെ അടുത്ത്, അതായത് മധ്യരേഖയുടെ സമീപത്തുള്ള പ്രദേശങ്ങളിൽ ചില വർഷങ്ങളിൽ അനിയന്ത്രിതമായിട്ട് അല്ലെന്നൊരിൽ യാതൊരു പ്രത്യേക റീസണൊന്നുമില്ലാതെ അതിൻ്റെ ടെമ്പറേച്ചർ 0.5 ഡിഗ്രി മുതൽ ഏകദേശം 4 ഡിഗ്രി വരെ ഉയർന്നു പോകാറുണ്ട്. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള വലിയ നിശ്ചയമൊന്നുമില്ല. പക്ഷേ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കാലവർഷം ദുർബലമായിരിക്കും എന്നുള്ളത് അച്ചട്ടായ കാര്യമാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ടെമ്പറേച്ചർ റൈസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു റൈസാണ്. 0.5 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ. 0.5 ഡിഗ്രി മുതൽ
ഏകദേശം 2 ഡിഗ്രി വരെ ആണ് അതിൻ്റെ ടെമ്പറേച്ചർ ഉയരുന്നതെങ്കിൽ അത് ദുർബലമായിട്ടുള്ള ഒരു എൽനീനോയാണ്. എന്നാൽ അതിൽ കൂടുതലാണെന്നൊരിൽ 4 ഡിഗ്രി വരെ പോവുകയാണെന്നൊരിൽ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എൽനീനോയാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വർഷം കാലവർഷം, അതായത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ദുർബലമായിരിക്കും. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ദുർബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോൺസിക്വൻസൊക്കെ മനസ്സിലാകും. കാരണം നമ്മളൊക്കെ മഴയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ എക്സിസ്റ്റൻസ് തന്നെ, നമ്മുടെ കുടിവെള്ളം, നമ്മുടെ കൃഷി, നമ്മുടെ വനങ്ങളുടെ നിലനിൽപ്പ്, ഇതെല്ലാം ഈ മഴയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മഴ ഇല്ലാതെ വരികയാണെന്ന വരിയിൽ ഉണ്ടാകുന്ന ആ കോൺസിക്വൻസ് ഇതിനെ വളരെയധികം ഇൻറ്റൻസീവ് ആക്കാൻ പറ്റും. ഗ്ലോബൽ വാർമിങ്ങും കൂടെ അതിൻ്റെ കൂടെ വരികയാണെന്ന് വരിയിൽ. അപ്പോൾ കാരണം ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കൂടെ എൽനിനോ ഇഫക്റ്റും കൂടെ വരികയാണെന്ന് വരിയിൽ അത് തീർച്ചയായിട്ടും അത് ഗുരുതരമായ നമ്മുടെ കാലവർഷത്തെ ദുർബലമാക്കുന്നു. ഭൗമശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ച് വളരെയധികം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അവർ വാണിംഗ് പല വർഷങ്ങളായിട്ട് തരുന്നുണ്ട്. അതായത് ഈ നമ്മുടെ ഗ്ലോബൽ വാർമിങ് നിയന്ത്രിച്ചില്ലെന്ന് വരിയിൽ അടുത്ത ഏതാനും നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴേക്ക് ഭൂമിയിൽ മനുഷ്യരാശിക്ക് അല്ലെങ്കിൽ ജീവനുള്ള ഒരു വസ്തുവിനും ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന്. ഏതായാലും ലോകത്തിലുള്ള രാഷ്ട്രങ്ങൾ ഇതിനെ ഗൗരവമായിട്ടെടുക്കുകയും 2015 പാരീസിൽ ഒരു ഗ്ലോബൽ സമ്മിറ്റ് ഉണ്ടാകുകയും ചെയ്തു, കാലാവസ്ഥാ സമ്മിറ്റ്. അതിൻ്റെ തീരുമാനമനുസരിച്ച് 2050 ആകുമ്പോഴേക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുമ്പുണ്ടായിരുന്ന, അതായത് 1870 മുമ്പുള്ള ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും പരമാവധി 2 ഡിഗ്രിയിൽ കൂടുതൽ ടെമ്പറേച്ചർ ഉയരാൻ പാടില്ല ഗ്ലോബൽ വാർമിംഗ് കാരണം. അതിനനുസരിച്ച് ഓരോ രാജ്യങ്ങൾക്കും പരിധികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ 5 വർഷം കൂടുമ്പോഴും അവർ അതിൻ്റെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായ കാർബൺ എമിഷൻ അത് കൺട്രോൾ ചെയ്യുകയും 2050 ആകുമ്പോഴേക്ക് അവർ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർബണിൻ്റെ ഏകദേശം പകുതിയെങ്കിലും ആക്കി കുറയ്ക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ പോളിസി അനുസരിച്ച് 2050 ആകുമ്പോഴേക്ക് 2070 ആകുമ്പോഴേക്ക് ഇന്ത്യ ഒരു കാർബൺ ന്യൂട്രൽ രാജ്യം ആകും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അതനുസരിച്ച് നമ്മൾ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ്, അതായത് കേരളത്തിൽ ആണവ വൈദ്യുതി ഉൽപ്പാദനം ഉയർത്തുന്ന സുരക്ഷാ പരിസ്ഥിതി പ്രശ്നങ്ങളും ജൈവ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപ്പാദനവും എങ്ങനെ താരതമ്യപ്പെടുത്താം എന്ന് നമ്മൾ കാണേണ്ടത്. നമുക്ക് നമ്മുടെ KSEBയിലേക്ക് നോക്കാം. 2025 നമുക്ക് വേണ്ടിയിരുന്നത് ഏകദേശം 6000 മെഗാവാട്ട് വൈദ്യുതിയാണ്. എന്നാൽ 2030 ആകുമ്പോൾ ഏകദേശം 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉൽപ്പാദനം അതിൻ്റെ ഉപയോഗം വർദ്ധിക്കുകയും ഏതാണ്ട് 10000 മെഗാവാട്ട് വൈദ്യുതി നമുക്ക് ആവശ്യമായി വരികയും ചെയ്യും. എന്നാൽ നമുക്കിപ്പോൾ ഉള്ള ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2086 മെഗാവാട്ടാണ്. നമ്മുടെ ഹൈഡൽ സ്റ്റേഷനും അങ്ങനെയുള്ള ഉള്ളൂ. 2030 ആകുമ്പോഴത്തേക്ക് ഇതിന് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ഇതോടൊപ്പം തന്നെ സോളാർ വൈദ്യുതി, സോളാർ ഫോട്ടോവോൾട്ടാക് ജനറേഷൻ അതുണ്ട്. നമ്മുടെ പുരപ്പുഴ സോളാർ പദ്ധതി പ്രകാരം കേരളത്തിലെ ഇപ്പോഴത്തെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഏകദേശം 1723 മെഗാവാട്ടാണ്. ഈ വൈദ്യുതി 2030 ആകുമ്പോഴേക്ക് തീർച്ചയായിട്ടും ഉയരും. അത് ഏകദേശം 3000 മെഗാവാട്ട് ആകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നിരുന്നാൽ പോലും ഈ രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഏകദേശം 5000 മെഗാവാട്ടേ ആകുന്നുള്ളൂ. നമുക്ക് വേണ്ടത് 10000 മെഗാവാട്ടാണ്. ഇതെങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഈ ഷോർട്ട് ഫോൾ നികത്താൻ പറ്റുന്നത്? ഒന്നുകിൽ നമ്മൾ തെർമൽ സ്റ്റേഷനുകൾ സ്ഥാപിക്കണം, അല്ലെന്ന് വരിയിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ സ്ഥാപിക്കണം. ഇതെല്ലാം ഇതിൻ്റെ പുറത്തുനിന്ന് മേടിക്കാൻ പറ്റും. പുറത്തുനിന്ന് മേടിക്കുന്നത് നമ്മൾ ഈ അടുത്തിടയ്ക്ക് മനസ്സിലാക്കി ഏകദേശം 12 മുതൽ 14 രൂപ വരെയാണ് ഒരു യൂണിറ്റിന് നമ്മൾ മേടിക്കുന്നത്, KSEB മേടിക്കുന്നത്. അങ്ങനെ പോകുന്നത് വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാമെന്ന് നോക്കാം. ഒരു കോൾ ഫയർഡ്, അതായത് തെർമൽ സ്റ്റേഷനിൽ
1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് 19.2 ടൺ കോളാണ് ഒരു ദിവസം വേണ്ടത്. അത് 24 ടൺ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ തന്നെ അത് 5.4 ടൺ കോൾ ആഷ് ഡെവലപ്പ് ചെയ്യും, അത് പെർ ഡേ. അപ്പോൾ 5000 മെഗാവാട്ട് വേണമെന്ന് വരികയിൽ എന്തായിരിക്കും? 3.5 കോടി ടൺ കൽക്കരിയാണ് അതിനുവേണ്ടി വേണ്ടി വരുന്നത് ഒരു വർഷം. അതുപോലെ അത് 4.38 കോടി കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും 1 കോടി ടൺ കോൾ ആഷ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് സംസ്കരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, അതായത് നമ്മളുടെ PHWR പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ഇന്ത്യയുടെ ആണെങ്കിൽ, അതിനകത്താണെങ്കിൽ 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് വേണ്ടത് 600 ഗ്രാം നാച്ചുറൽ യുറേനിയമാണ് ഒരു ദിവസത്തേക്ക് വേണ്ടത്. അത് 5000 മെഗാവാട്ട് ഒരു വർഷം ഉപയോഗിക്കണമെന്നില്ല, ജനറേറ്റ് ചെയ്യണമെന്ന് വരികയിൽ നമുക്ക് വേണ്ടത് 1095 ടൺ നാച്ചുറൽ യുറേനിയമാണ് വേണ്ടത്. അതിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ 0. പക്ഷേ അതിനകത്ത് സ്പെൻഡ് ഫ്യൂൽ ഉണ്ടാകും, ഏകദേശം ഇതേ വെയിറ്റ് തന്നെയാണ്, ഏകദേശം 1095 കിലോഗ്രാം ടൺ തന്നെ സ്പെൻഡ് ഫ്യൂൽ ഉണ്ടാകും. ഈ സ്പെൻഡ് ഫ്യൂവലിൽ 96% ഡെപ്ലീറ്റഡ് യുറേനിയവും 1% പ്ലൂട്ടോണിയവുമായിരിക്കും. ഏകദേശം 3% ഹൈ ലെവൽ വേസ്റ്റ് ഉണ്ടാകും. ഇത് റീപ്രോസസിങ് പ്ലാന്റിൽ വഴി കംപ്ലീറ്റ്ലി റിമോട്ട് കൺട്രോൾഡ് പ്രോസസ്സാണ് റീപ്രോസസിങ് പ്ലാന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ ഡെപ്ലീറ്റഡ് യുറേനിയവും 1% പ്ലൂട്ടോണിയവും നമുക്ക് റിക്കവർ ചെയ്തിട്ട് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജിലുള്ള ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ 3% ഹൈ ലെവൽ വേസ്റ്റ് നമ്മൾ ഗ്ലാസി മെറ്റീരിയൽസായിട്ട് അത് വിട്രിഫൈഡ് ചെയ്ത് ഗ്ലാസി മെറ്റീരിയൽസായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സേഫ് കീപ്പിങ്ങിന് വേണ്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഏത് വൈദ്യുതി ആയിരിക്കണം നമ്മുടെ കാർബൺ ന്യൂട്രൽ പോളിസിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് ഏതാണെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ന്യൂക്ലിയർ പവർ മാത്രമേ ഇതിനുള്ളൊരു പരിഹാരമുള്ളൂ. കാരണം അതിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ടോക്ക് ഞാൻ ഉപസംഹരിക്കുകയാണ്. താങ്ക് യു. എനർജി ടോക്ക് വിത്ത് EMC, അറിവിന് ഊർജം പകരാം.